The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Hi everyone, how are you all? സുഖാണോ? ഹാപ്പി ആണോ? ക്രിസ്മസ് ഒക്കെ വരികയാണല്ലേ? എല്ലാവരും ഒരുങ്ങിയോ ക്രിസ്മസ് ആഘോഷിക്കാൻ? പിന്നെ നമ്മുടെ 2021 ന്യൂ ഇയർ ഈസ് ഓൾസോ കമ്മിങ് അല്ലേ? അപ്പം നമ്മൾ ആ ഒരു ത്രില്ലിലിരിക്കുകയാണ്. ഇപ്പോൾ ഈ കൊറോണയും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് വരാൻ പറ്റാത്തത് കാരണം നിങ്ങളുടെ എല്ലാ ഷെഡ്യൂൾസും കുറച്ചൊന്ന് തെറ്റിക്കിടക്കുകയാണ് അല്ലേ പലരുടെയും. പക്ഷേ ചിലരൊക്കെ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ മാക്സിമം ആൾക്കാരും അത് കറക്റ്റായിട്ട് ഷെഡ്യൂൾഡ് അല്ല. അതായത് കുട്ടികളെ രാവിലെ നേരത്തെ എണീക്കൽ അതെല്ലാം ഡിസ്റ്റർബ്ഡാണ്. ഇപ്പോൾ നേരത്തെ എണീക്കാറില്ല അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അതെല്ലാം ഒന്ന് മാറ്റണം. 2021 തുടങ്ങുമ്പോൾ നമുക്കൊരു ശരിക്കും ഒരു പുതിയൊരു ന്യൂ ഇയർ തന്നെ ആയിരിക്കട്ടെ. ആ ന്യൂ ഇയറിനായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തീരുമാനം എടുത്തിട്ട് ന്യൂ ഇയറിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ടീച്ചർ നിങ്ങൾക്ക് വോയിസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താ പറഞ്ഞത്? കറക്റ്റ് സമയത്തിന് എണീക്കണം, രാവിലെ നേരത്തെ എണീക്കണം, ബ്രഷ് ചെയ്യണം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം, കൃത്യസമയത്ത് ഉറങ്ങണം അല്ലേ? അപ്പോൾ ഒരു ഹെൽത്തി ബോഡി ഉണ്ടെങ്കിലേ അവിടെ ഒരു ഹെൽത്തി മൈൻഡ് ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒന്നും ഡിസ്റ്റർബ്ഡ് ആവരുത്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മൾ അത്രയും പെർഫെക്റ്റായിട്ട് വേണം നമ്മൾ അടുത്ത അക്കാഡമിക് ഇയറിലോട്ട് പ്രവേശിക്കാൻ. സോ അതിനുള്ള പ്രാക്ടീസ് നമുക്ക് ഇപ്പം തന്നെ തുടങ്ങണം. സോ ആസ് എ ന്യൂ ഇയർ റെസൊല്യൂഷൻ വി വിൽ ബി ഓൺ ദ ട്രാക്ക് ഇല്ലേ മക്കളെ? യെസ്, വി വിൽ അല്ലേ? അപ്പോൾ so let's start our new session of the science class. So we were discussing about the systems in our body and we were discussing about the organ system അല്ലേ? അപ്പോൾ organ systemത്തിൽ നമ്മൾ skeletal system നോക്കി. So this skeleton gives shape to our organs, isn't it? So this head is getting the shape with the help of skull and skull is protecting our brain. The rib cage protects the heart and lungs അല്ലേ? റിബ് കേജ് ആണ് ഹാർട്ടിനെയും ലങ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ this skeletal system also helps to move our different parts of the body. So let us learn about another system which is going with this skeletal system. Adana muscular system. So let's learn about muscular system today. Muscular system. Flexible structures known as muscles cover our skeletal system. Flexible structures known as muscles cover our skeletal system. അപ്പോൾ നമ്മളുടെ skeletal സിസ്റ്റത്തിനെ കവർ ചെയ്യുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് മസിൽസ്. Okay, they help us move the different bones in our body. Together all the muscles in our body form the muscular system. അപ്പോൾ എല്ലാ മസിൽസും കൂടി ചേർന്നതിനെയാണ് നമ്മൾ മസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, കീപ്പിംഗ് അവർ മസിൽസ് ആൻഡ് ബോൺസ് സ്ട്രോങ് ഈസ് ദ കീ to moving well. Regular exercise and healthy food can keep them healthy and strong. അപ്പോൾ ഈ മസ്കുലാർ സിസ്റ്റത്തിനെ സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെഗുലർ എക്സസൈസ് ചെയ്യണം അല്ലേ? ടീച്ചേഴ്സും എല്ലാം പറയാറുണ്ട് അല്ലേ? സൈക്ലിംഗ് ചെയ്യണം, റൺ ചെയ്യണം, മുറ്റത്തിറങ്ങി ഓടിക്കളിക്കണം. Why they are saying so? Because you have to get proper exercise for a healthy body. അപ്പോൾ ഹെൽത്തി ബോഡി ഉണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ സിസ്റ്റംസും കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യും.
Let us learn about the system of our body that helps us use the food that we eat to keep our body healthy. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് വേറൊരു സിസ്റ്റമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് എന്ന്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇപ്പോൾ സ്കെൽറ്റൽ സിസ്റ്റം പഠിച്ചു, മസ്കുലാർ സിസ്റ്റം പഠിച്ചു. നൗ വി ആർ ഗോയിങ് ടു ഡൈജസ്റ്റീവ് system. Okay, so the digestive system makes the food that we eat easier for us to use by breaking it down. കഴിക്കുന്ന ഫുഡ് ഈസിയർ ആയിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ അവിടെ സ്പ്രെഡ് ചെയ്യാൻ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദ മൗത്ത്, ഫുഡ് പൈപ്പ്, സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻസ് ആർ സം ഓഫ് ദ മെയിൻ ഓർഗാൻസ് ദാറ്റ് ഫോം ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഓർഗാൻസ് ഏതൊക്കെയാണ്? മൗത്ത്, ഫുഡ് പൈപ്പ്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ. മൗത്ത് ഉണ്ട്, പിന്നെ ഫുഡ് പൈപ്പ് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. സോ ദീസ് ആർ ദ മെയിൻ പാർട്സ് വിച്ച് ഈസ് ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. വി ടേക്ക് ഇൻ ഫുഡ് ത്രൂ അവർ മൗത്ത്. നമ്മൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്? യെസ്, വി ടേക്ക് അവർ ഫുഡ് ത്രൂ അവർ മൗത്ത്, isn't it? The teeth, tongue and the lips make up the mouth. Food taken in through the mouth is swallowed and goes down the food pipe into the stomach. Food in the stomach then travels to the intestine. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഏതിലൂടെയാണ് സ്റ്റൊമക്കിൽ എത്തുന്നത്? യെസ്, ത്രൂ ദ ഫുഡ് പൈപ്പ്. ഫുഡ് പൈപ്പിലൂടെ അത് സ്റ്റൊമക്കിൽ എത്തുന്നു. ദെൻ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ. The stomach and intestine help us digest the food into a form that can be used by the body. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ആരാണ് ഇവിടെ ഡൈജഷൻ ടേക്കിംഗ് പ്ലേസ് ചെയ്യുന്നത്? സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. വൺസ് ദ ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് യൂസ്ഡ് ബൈ ദ ബോഡി, ദ വേസ്റ്റ് ദാറ്റ് റിമൈൻസ് ഈസ് സെൻറ്റ് ഔട്ട്. അങ്ങനെ ഈ ഡൈജസ്റ്റഡ് ഫുഡ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വേസ്റ്റ് ഉണ്ടാവും. This waste is sent out. The food that we eat help us grow, protects our body from illness and gives us energy to perform our everyday activities. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വളരുന്നത്, നമ്മുടെ ബോഡിക്ക് ഇൽനെസ്സിൽ നിന്നെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തുന്നത്, പിന്നെ നമുക്ക് എനർജി കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നമ്മളുടെ എവറിഡേ ആക്ടിവിറ്റീസ് എല്ലാം സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഫുഡ് കഴിക്കണം, ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഈ ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വളരുന്നത്. പിന്നെ നമ്മളുടെ പല അസുഖങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾക്ക് എവറിഡേ ആക്ടിവിറ്റീസിന് വേണ്ട എനർജി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ലെറ്റ് us learn about the organ system that helps us get energy from the food that we eat. Now let's go through respiratory system. അടുത്ത സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റമാണ്. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം, ആ റെസ്പിറേറ്ററി എന്ന വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീത്തിങ് ഇൻ ആൻഡ് ഔട്ട്, അല്ലേ? നമ്മൾ ശ്വസിക്കേണ്ട, നമുക്ക് ശ്വസിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. സോ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ്. The respiratory system helps us breathe. The nose, windpipe and the lungs are the organs that make up our respiratory system. അപ്പോൾ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ മെയിൻ ഓർഗാൻസ് ഏതൊക്കെയാണ്? നോസ്, windpipe, lungs. Okay. We breathe in air through our nose, which then passes into our lungs through the windpipe. Our body uses the air that we breathe in to get energy from the food that we eat. അപ്പോൾ നമ്മൾ നോസിലൂടെയാണ് നമ്മളുടെ ശ്വാസം എടുക്കുന്നത്. പിന്നെ എവിടേക്കാണ് അത് പോകുന്നത്? ലങ്സിലേക്കും വിൻഡ് പൈപ്പിലേക്കും പോകും. അപ്പോൾ ഈ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫങ്ഷൻസ് എല്ലാം ബോഡിയിൽ നടക്കുന്നത്. സി ഹിയർ, റിമെമ്പർ ടു ടേക്ക് ഡീപ്പ് ബ്രീത്ത് ഓഫൺ സോ ദാറ്റ് യുവർ ബോഡി ക്യാൻ ഗെറ്റ് മോർ എയർ ടു ഫങ്ഷൻ വെൽ, അല്ലേ? എപ്പോഴും പറയാറുണ്ട് അല്ലേ, ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ അത്രയും ഓക്സിജൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. സോ അവർ ബോഡി വിൽ ഫങ്ഷൻ വെൽ, അല്ലേ? അതിനാണ് നമ്മുടെ സ്കൂളിൽ മെഡിറ്റേഷൻ സമയത്ത് സാർ പറയാറില്ലേ, ടേക്ക് ഡീപ്പ് ബ്രീത്ത്, അല്ലേ? അപ്പോൾ എന്തിനാണ് ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നത്? നമ്മളുടെ ബോഡിയിലെ ഫങ്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് നടക്കാൻ സഹായിക്കും. സോ യു ഓൾസോ പ്രാക്ടീസ് ദിസ്, ടേക്കിംഗ് ഡീപ്പ് ബ്രീത്ത് ആൻഡ് ഔട്ട് സ്ലോലി.
അല്ലേ? അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിലെ പല ഫങ്ഷൻസും സ്മൂത്തായിട്ട് നടക്കും. ഓക്കെ, സോ സീ ദിസ് ആക്ടിവിറ്റി 6.3. Why do we find it difficult to breathe when we have a cold? നമുക്ക് കോൾഡ്, ജലദോഷം വരുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? എന്തുകൊണ്ടാണത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. യെസ്, ഐ തിങ്ക് മൈ നോസ് ഈസ് ബ്ലോക്ക്ഡ് വിത്ത് സംതിങ് ഓർ മ്യൂക്കസ് അല്ലേ? നമുക്ക് എന്താ ഫീൽ ചെയ്യുക? നമ്മുടെ നോസ് എന്തോ ഒരു സംഭവം കൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അല്ലേ? നമുക്ക് ശ്വസിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. സോ അവർ നോസ് ഈസ് ബീയിങ് ബ്ലോക്ക്ഡ് ബൈ സംതിങ്, അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുക? യെസ്, സോ ഐ നോ. എന്താണ് അതിൻ്റെ റിസൾട്ട്? എന്താണ്? നിനക്ക് എന്തറിയാം അതിനെക്കുറിച്ച്? വൈ you are feeling some difficulty? Yes, I know that the air I take in through my nose travels to my lungs through my windpipe. Since these are blocked, I have difficulty while breathing. അപ്പം ഞാൻ ശ്വസിക്കുന്ന എയർ ഏതിലൂടെ പോവും? നോസിലൂടെ ഞാൻ ശ്വസിച്ചിട്ട് അത് ലങ്സിലും വിൻഡ് പൈപ്പിലും എത്തണം. പക്ഷേ അങ്ങനെ എത്താനുള്ള ഒരു പ്രയാസമാണ് ഞാനിവിടെ ഫീൽ ചെയ്യുന്നത്. സോ യു ഹാവ് ടു റൈറ്റ് ദിസ്. So the air that we breathe in and the food that is digested by the digestive system are distributed to all parts of the body by an organ system known as circulatory system. അപ്പോൾ ഈ എയർ, നമ്മൾ എടുക്കുന്ന ഈ എയർ എന്താണ്? ഇതെവിടെ എത്തുന്നു? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എത്തുന്നു. അപ്പോൾ നമ്മൾ ഈ ശ്വസിക്കുന്ന എയറും നമ്മൾ കഴിക്കുന്ന ഫുഡും ഒക്കെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എത്തിയിട്ട് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് അത് വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഓർഗാൻ സിസ്റ്റം ഉണ്ട്. ആ ഓർഗാൻ സിസ്റ്റത്തിനെ നമ്മൾ പറയുന്ന പേരാണ് സർക്കുലേറ്ററി സിസ്റ്റം. സോ ഇറ്റ് ഈസ് സർക്കുലേറ്റിംഗ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. We will learn about circulatory system in our next class. Till then, you have to read the content well and study all system well. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ സിസ്റ്റം ഡിസ്കസ് ചെയ്തു? യെസ്, പ്രീവിയസ്ലി വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് സ്കെൽറ്റൽ സിസ്റ്റം. സ്കെൽറ്റൽ സിസ്റ്റം എന്താണെന്ന് പഠിക്കുക. സ്കെൽറ്റൽ സിസ്റ്റത്തിൽ ഏതൊക്കെ ആണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? അതായത് സ്കൾ ഈസ് പ്രൊട്ടക്റ്റിംഗ് ദ ബ്രെയിൻ ആൻഡ് ദ റിബ് കേജ് ഈസ് പ്രൊട്ടക്റ്റിംഗ് ലങ്സ് ആൻഡ് ഹാർട്ട്. ഓക്കെ, നെക്സ്റ്റ് വി കെയിം ടു മസ്കുലാർ സിസ്റ്റം. മസ്കുലാർ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഈ സ്കെൽട്ടനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു കവറിങ് പോലെയാണ് ഈ മസിൽസ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് അവർ ബോഡി ടു മൂവ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം കണ്ടു. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താണ്? ഫുഡ് ദാറ്റ് വി ഈറ്റ് ഈസ് പാസ് ഇൻ ടു ഫുഡ് പൈപ്പ് ആൻഡ് ഇറ്റ് ഈസ് റീച്ചിങ് ടു ദ സ്റ്റൊമക്ക് ആൻഡ് ടു ദ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ദ ഡൈജസ്റ്റീവ് പ്രോസസ്സസ് ആർ ടേക്കിംഗ് പ്ലേസ് ഓവർ ദ. ഡൈജസ്റ്റീവ് സിസ്റ്റം കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കണ്ടത്? യെസ്, റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേഷനിൽ മെയിനായിട്ട് എന്താണ് ടീച്ചർ പറഞ്ഞത്? ടേക്ക് ഡീപ്പ് ബ്രീത്ത്. ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ അത്രയും ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ പോകുന്നു. പ്ലസ് അതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? യെസ്, ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ടു ഫങ്ഷൻ അവർ ബോഡി ഓർഗൻസ് പ്രോപ്പർലി. ബോഡി ഫങ്ഷൻ ചെയ്യാൻ കറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ എല്ലാ സിസ്റ്റവും കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ അത് ആ ഒരു ഡീപ്പ് ബ്രീത്ത് അല്ലേ, ഡീപ്പ് ബ്രീത്ത് കൊണ്ട് സഹായിക്കുന്നു. സോ യു ഓൾവേസ് ഡൂ ദാറ്റ്. ഓക്കെ, നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ സർക്കുലേറ്ററി സിസ്റ്റം ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. സോ ടിൽ ദെൻ യു ഹാവ് ടു റീഡ് ദ കണ്ടൻറ്റ് വെൽ, സ്റ്റഡി ദ ന്യൂ ടേംസ് അല്ലേ, അപ്പോൾ സ്കെൽറ്റൽ സിസ്റ്റം, മസ്കുലാർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഇതൊക്കെ ന്യൂ ടേംസ് ആണ്. ഇതൊക്കെ എഴുതി പഠിക്കുക, കറക്റ്റായിട്ട് വായിക്കുക. 2 പ്രാവശ്യമെങ്കിലും കണ്ടൻറ്റ് വായിച്ചിരിക്കണം. ക്ലാസ് കണ്ട് അങ്ങനെ ബുക്ക് അടച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. സോ യു ഹാവ് ടു റീഡ് ദ കണ്ടൻറ്റ്. എപ്പോഴും എല്ലാ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. കണ്ടൻറ്റ് റീഡ് ചെയ്യണം. ഓക്കെ, സോ യു ഹാവ് ടു ഡു ദാറ്റ് ആൻഡ് enjoy your Christmas and enjoy your New Year. Okay, so till then, bye bye, take care.